അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിനൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുക. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകർ ചെയ്ത മഹാത്യാഗം, ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തു നിൽക്കാൻ കഴിയാതെ ഈ ചർച്ചയിലേക്ക് പോകുന്ന അതിലേക്ക് ഒരു സാങ്കത്യം എന്താണ് ലീഗ്? അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. ചർച്ച നടത്തുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നും, ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഉറപ്പല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ നൈരാശ്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ലല്ലോ. ലീഗ് വളരെ സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുക യോഗത്തിൽ. ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളൊക്കെ UDF യോഗം ചേർന്ന്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ മുമ്പിൽ ഒരു അപമാനിക്കുന്നതിനെ തുല്യമാണ്. അല്ല, എന്നെ കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിൽ പണ്ടും അത് ഉണ്ടായിട്ടുണ്ട്. CS മേനോനി രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറയുന്നത്, ന്യായീകരിക്കല്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പൊ അനാസ്വരത്തിലാണ്. അല്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നേതാക്കളെ തീരുമാനിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ കോൺഗ്രസിന് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അവർ തന്നെ ചെയ്യും. ഈ പരസ്യ ചർച്ചകളിലേക്ക് വരുന്നത് ഇത് സംബന്ധിച്ച നേതൃത്വത്തിനിടയിൽ അവർ സമന്വയം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? എന്താണ് അതിന്റെ ഒരു സാങ്കത്യം? അല്ല, ചർച്ച വരുമ്പോഴല്ലേ സമന്വയം ഉണ്ടാവുക. അതൊക്കെ ഉണ്ടായിക്കോളും. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് KC വേണുഗോപാലിന്റെ ഏറ്റവും വലിയ അനുയായി പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. അതൊരു അനവസരത്തിലായോ? മലപ്പുറം ജില്ലയിലെയും പുറത്തുമുള്ള കോൺഗ്രസിന്റെയും UDF ഇതര ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ പാണക്കാട്ടും കുഞ്ഞാലി സാഹിബിന്റെ അടുത്തും ഇടയ്ക്കിടെ വന്ന് സൗഹൃദം പങ്കിടൽ സാധാരണയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ.